ഹേർണിയ വന്നു കഴിഞ്ഞാലേ അതിന്റെ റെക്കറൻസ് ചാൻസ് എത്രത്തോളം? നമ്മൾ സർജറി ചെയ്തതിന് ശേഷം വീണ്ടും വരാനുള്ള ഒരു ചാൻസ് ഉണ്ടോ? ഹെർണിയ മാത്രമല്ല, ഏത് സർജറി ചെയ്തു കഴിഞ്ഞാലും പിന്നീട് വീണ്ടും വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് ഹെർണിയ മസിൽ വീക്ക്നെസ് കാരണം വരുന്നതാണ്. അതുപോലെ വെരിക്കോസ് വെയിൻ എന്ന് പറഞ്ഞ അസുഖം, അങ്ങനെ പല പല അസുഖങ്ങൾ നമ്മൾ എന്താ പറയുക, പെരിയാനൽ, അതായത് പൈൽസ്, ഫിഷർ, ഫിസ്റ്റുല, അങ്ങനത്തെ സാധനങ്ങളൊക്കെ പിന്നെയും വരാനുള്ള ചാൻസ് ഉണ്ട്. അതിനൊക്കെ റയർ ചാൻസ് പറഞ്ഞാൽ ഒരു 10-20% ആൾക്കാർക്ക് 5-10 ഹെർണിയ, 10-20 ആ ഒരു പെരിയാനൽ ആ കേസുകൾക്കൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ അത് വന്നതിനെ നമ്മൾ ചികിത്സിക്കാതിരിക്കാനുള്ള ഒരു കാരണമാക്കിയിട്ടാണ് നമ്മളെല്ലാവരും അതിനെ കാണുന്നത്. പല പേഷ്യൻസും നമ്മളടുത്ത് അത് പിന്നെയും വരുമല്ലോ, പിന്നെ എന്താ ചെയ്യാത്ത. നമ്മളടുത്ത് ഇപ്പോൾ ഇൻഫർമേഷൻ കിട്ടുന്ന ഒരാൾ ഒരു സർജറി ചെയ്തു, ആൾക്ക് അസുഖം മാറിയാൽ അയാൾ 100 പേരെടുത്ത് പറഞ്ഞു നടക്കൂല എനിക്ക് ഇന്ന അസുഖം ഉണ്ടായിരുന്നു, ഞാനത് സർജറി ചെയ്തു, മാറിയെന്ന് ആരടുത്തും പറയില്ല. നേരെ മറിച്ച് ഒരാൾ ഒരസുഖം ഉണ്ടായി, ഇന്ന സ്ഥലത്ത് പോയി സർജറി ചെയ്തു, പിന്നെ വന്നു കഴിഞ്ഞാൽ അവർ 100 അല്ല 100,000 ആൾക്കാരെടുത്ത് പറയും. കാരണം ഇന്ന അസുഖം ഉണ്ടായിട്ട് എനിക്ക് സർജറി നടന്നിട്ട് പിന്നെയും വന്നു, അത് 100 പേരെടുത്ത് പറയും, അല്ലെങ്കിൽ 1000 പേരെടുത്ത് പറയും. മറ്റുള്ളവരോ ആരടുത്തും പറയില്ല, നമുക്ക് അസുഖം വന്ന് മാറിയല്ലോ, ഇനിയിപ്പോൾ ആരടുത്തും പറഞ്ഞ് നമ്മളെ ഹെൽത്തിനെ മോശമാക്കി കാണിക്കണ്ടല്ലോ. അപ്പോൾ അത് അങ്ങനെ ഒരു ടെൻഡൻസി ഉള്ളതുകൊണ്ടാണ് അത് കൂടുതൽ ആൾക്കാരടുത്ത് എത്തുന്നത്. എന്ന് വെച്ചിട്ട് ഹെർണിയ ചെയ്തവർക്കെല്ലാം പിന്നെയും വരിക എന്നുള്ളതല്ല. എന്തുമാത്രം പേഷ്യൻസ് നമ്മൾ അടുത്ത് വന്നിട്ട് സർജറി ചെയ്ത് അസുഖം മാറിയിട്ട് പോകുന്നുണ്ട്, അവർ പിന്നെയും കാണാറുണ്ട്. പിന്നെ ഉണ്ടോയെന്ന് ചോദിക്കുമ്പോൾ ഇല്ല, അവരെ നമ്മൾ ഫോളോ അപ്പിൽ വെക്കാറുണ്ട്. കാണുമ്പോൾ ചോദിക്കുന്നത് മാത്രമല്ല, നമ്മൾ ഫോളോ അപ്പ് ചെയ്യാറുണ്ട്. അത് ചെയ്യുമ്പോഴൊക്കെ അവർ ഹാപ്പിയാണ്. നേരെ മറിച്ച് നമ്മൾ ചെയ്ത കേസുകൾക്ക് ചിലർക്ക് പിന്നെ വരാറുണ്ട്. അത് വരാതിരിക്കാൻ എന്തൊക്കെ ചെയ്യണം എന്നാണ് നമ്മൾ ആദ്യം പറയേണ്ടത്. നമ്മൾ പുകവലി നിർത്തണം എന്ന് പറയുന്ന ആൾക്കാർ പുകവലി നിർത്താത്തതുകൊണ്ട് വരാം. പിന്നെ ഈ ശ്വാസം മുട്ടലുള്ള ആൾക്കാർക്ക് ചെയ്തിട്ട് അവർ ശ്വാസം മുട്ടൽ കൺട്രോൾ ചെയ്യാതെ പിന്നെയും പുകവലിയും പിന്നെ അതിനുള്ള പ്രോപ്പർ മരുന്ന് എടുക്കാതെ നടക്കുന്നവർക്ക് വരാം. പിന്നെ കോൺസ്റ്റിപ്പേഷനുള്ളവർ അതിനെ ഡീൽ ചെയ്യാതെ വരുമ്പോൾ വരാം. മൂത്രതടസ്സം ഉണ്ടാകുമ്പോൾ എൽഡർലി ഏജുള്ള ആൾക്കാർക്ക്, ആണുങ്ങൾക്ക് കൂടുതൽ കാണുന്ന പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കം പോലത്തെ അസുഖങ്ങൾ വരുമ്പോൾ അവരതിന് പ്രോപ്പറായിട്ട് ചികിത്സ എടുക്കാതെ നടക്കുമ്പോൾ ഓരോ തവണ മൂത്രം ഒഴിക്കുമ്പോഴും സ്ട്രെയിൻ ചെയ്ത് അങ്ങനെ വരാം. അങ്ങനെ പല പല കണ്ടീഷൻസ്. അപ്പോൾ ഇതൊന്നും വരാതെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ 80% പെടാൻ പറ്റും. അപ്പോൾ ആ 20% പിന്നെ വരാനുള്ള 10-20% ചാൻസ് ഉള്ള ആൾക്കാരിൽ നമ്മളെങ്ങനെ പെടാതിരിക്കാം എന്ന് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു കാരണവശാലും അതിലോട്ട് പോകില്ല, അത് പിന്നെ വരാതെ തന്നെ മുന്നോട്ട് പോകും. അപ്പോൾ അത് വരാനുള്ള ചാൻസുകളാണ് ഇപ്പോൾ ഞാൻ എൻ്റെ ഇടയിൽ കൂടെ പറഞ്ഞത്. അപ്പോൾ ഈ പറഞ്ഞ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ആദ്യത്തെ ഒരു 3 മാസം വെയിറ്റ് എടുക്കരുത്, സ്ട്രെയിൻ ചെയ്യരുത്, നമ്മൾ പ്രോപ്പർ കെയർ കൊടുക്കണം. പിന്നെ ആക്ടിവിറ്റി കൂടുതൽ ചെയ്യരുത്. പിന്നെ ഇതുപോലത്തെ വയറിൻ്റെ ഉള്ളിൽ പ്രഷർ കൂടുന്ന എന്ത് കണ്ടീഷൻ ആണെങ്കിലും, ജലദോഷ പനിയാണെങ്കിൽ പോലും, ചുമ, തുമ്മൽ, അതുപോലെ കോൺസ്റ്റിപ്പേഷൻ, പിന്നെ യൂറിനറി പ്രോബ്ലംസ്, അതുപോലെ ശ്വാസം മുട്ടൽ, ഇതൊക്കെ വരുമ്പോഴും നമ്മൾ പ്രോപ്പറായിട്ട് ട്രീറ്റ്മെൻറ്റ് എടുത്ത് മുന്നോട്ട് പോകാം. അപ്പോൾ പിന്നെ വരാനുള്ള ചാൻസ് കുറവാണ്. പിന്നെ സർജറി ചെയ്യാതെ കൊണ്ട് നടന്നിട്ട് പിന്നെ നമുക്കതിൻ്റെ ഒരു കോംപ്ലിക്കേഷനായിട്ട് പിന്നെ സർജറി ചെയ്യുമ്പോൾ നെറ്റ് വെക്കാൻ പാടില്ല. ഇൻഫെക്ഷനുള്ള സമയത്ത്, കുടൽ കുടുങ്ങിയ സമയത്തൊന്നും നമ്മൾ നെറ്റ് വെക്കാറില്ല. നെറ്റ് വെക്കാതെ ചെയ്യുമ്പോൾ പിന്നെ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അങ്ങനെയുള്ളവർ കൂടുതൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വരാനുള്ള ചാൻസ് കുറവാണ്.